അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തൊക്കെ സുന്നത്തുണ്ടല്ലോ. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് രണ്ട് ഹയ്യാലകൾ നമ്മൾ പറയാറുണ്ട്, ഹയ്യാൽ സ്വലാ, ഹയ്യാൽ ഫലാഹ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആളുകൾ ഹയ്യാലസ്വല പറയുമ്പോൾ ഹയ്യാല എന്ന് പറയും, ഹയ്യാലസ്വല, ഹയ്യാലൽ ഫല. ഹയ്യാലസ്വല ശരിയല്ല, അവിടെ പറയണത് ഹയ്യ അല. ഹയ്യ ഒരു വാക്കും അല ഒരു വാക്കുമാണ്. ഹയ്യ ഹ തുടങ്ങും, അല ഐനും തുടങ്ങും. അപ്പോൾ ഈ രണ്ട് അക്ഷരങ്ങളും ശ്രദ്ധിച്ച് പറയണം. ഹയ്യ അലസ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലസ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. രണ്ടാമത്തെ ഫലാഹ് എന്നാണ്, ഹയ്യ അലൽ ഫലാഹ്. ഒന്നാമത്തെ സ്വലാഹ്, സ്വലാഹ് എന്നും രണ്ടാമത്തെ ഫലാഹ് എന്നുമാണ്. അപ്പോൾ അക്ഷരങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ബാങ്കും ഇഖാമത്തും മറ്റുള്ള നമ്മുടെ സൂറത്തുകളും എല്ലാം നമ്മൾ നിർവഹിക്കുന്ന. അറബി അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം, അല്ലെങ്കിൽ അർത്ഥം മാറിപ്പോകും. ആ കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ ബാങ്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദുല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ മർഹബൻ ബി ഹബീബി വ ഖുർറത്തെ ഐനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയൽ സുന്നത്തുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് തള്ളവിരലുമേയും ഊതിക്കൊണ്ട് അത് ചൊല്ലിയിട്ട് ഊതിയിട്ട് രണ്ട് കണ്ണുകളും തടവുകയാണെങ്കിൽ കണ്ണിതര രോഗങ്ങൾക്കൊക്കെ ശമനുണ്ടാകും, കണ്ണ് രോഗങ്ങൾ ബാധിക്കുകയില്ല എന്നൊക്കെ മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ദിക്റുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. വളരെ പുണ്യമുള്ളൊരു കർമ്മമാണ് ബാങ്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.